ഹലോ എവരിവൺ. ഇന്ന് ക്ലാസ് 8ലെ ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ ഇന്ന് ഈ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തെറ്റിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളും അതെങ്ങനെ തെറ്റിക്കാതിരിക്കാം എന്നൊക്കെയുള്ള ടിപ്പൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ? അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ലീനിയർ ഇക്വേഷൻ വൺ വേരിയബിൾ, ഇതാണ് ആ 3 കാര്യങ്ങൾ. അപ്പം ഞാൻ ഓരോന്നായിട്ട് പറയാം. ആദ്യം നമ്മൾ നോക്കേണ്ടത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒരു ഇക്വേഷൻ ആണോ എന്നാണ്. അപ്പോൾ ഇക്വേഷൻ ആണെങ്കിൽ എങ്ങനെ തിരിച്ചറിയാം? അതിലൊരു ഈക്വൽ ടു സൈൻ ഉണ്ടാവും. അപ്പോൾ ചില ക്വസ്റ്റിനകത്ത് ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആയിരിക്കും, ചിലത് വെറുതെ ഒരു എക്സ്പ്രഷൻ ആയിരിക്കും. അപ്പോൾ ഇതിൽ എന്താണ്? നമുക്ക് ഇക്വേഷൻ തന്നെ വേണം. അപ്പോൾ ഇക്വേഷൻ ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യാം. രണ്ടാമത്തെ കാര്യം വൺ വേരിയബിൾ. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റിനകത്ത് എത്ര വേരിയബിൾ ഉണ്ടെന്ന് നോക്കാം. ഒരു വേരിയബിൾ നമുക്ക് പാടുള്ളൂ. അപ്പോൾ മോർ ദാൻ വൺ വേരിയബിൾ ഉണ്ടെങ്കിൽ അത് ലീനിയർ ഇക്വേഷൻ വൺ വേരിയബിൾ അല്ല. അടുത്തത് ശ്രദ്ധിക്കേണ്ടത് ലീനിയർ. നമ്മുടെ വേരിയബിളിൻ്റെ പവർ അല്ലെങ്കിൽ എക്സ്പോണൻ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കണം. ലീനിയർ എന്ന് പറയുമ്പോൾ 1 ആയിരിക്കണം. ഈ 3 കാര്യങ്ങളും കറക്റ്റായിട്ട് വരുവാണെങ്കിൽ അത് ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ ആണ്. ഇനി നമുക്ക് നമ്മുടെ ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ്, y പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 3. അപ്പോൾ ആദ്യം തന്നെ ഇത് ഇക്വേഷൻ ആണോ നോക്കാം. അതേ ഇക്വേഷൻ ആണ്, ഈക്വൽ ടു സൈൻ ഉണ്ട്. ഇനി രണ്ടാമത് നോക്കാം വേരിയബിൾ, വൺ വേരിയബിൾ തന്നെയാണ്, y മാത്രമേ ഉള്ളൂ. പക്ഷേ വൈയുടെ പവർ നോക്കിക്കേ 2. അപ്പോൾ ഇതെന്താണ്? ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ അല്ല. അടുത്തത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10. അപ്പോൾ ഇവിടെ ഈക്വൽ ടു സൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇക്വേഷൻ ആണ്. ഇനി എത്ര വേരിയബിൾ ഉണ്ടെന്ന് നോക്കിക്കേ. എക്സും വൈ 2 വേരിയബിൾ ഉണ്ട്. അപ്പോൾ ഇതും എന്താണ്? ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ അല്ല. അടുത്ത ഓപ്ഷൻ നോക്കുക, z മൈനസ് വൈ ഗ്രേറ്റർ ദാൻ 11. അപ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? ഇക്വേഷൻ അല്ല. അടുത്ത ഓപ്ഷൻ നോക്കുക, എക്സ് പ്ലസ് 3 ഈക്വൽ ടു -7. അപ്പോൾ ഇവിടെ ഈക്വൽ ടു സൈൻ വന്നിട്ടുണ്ട്. അതായത് ഇത് ഇക്വേഷൻ ആണ്. പിന്നെ വേരിയബിൾ നോക്കിക്കേ, ഒരൊറ്റ വേരിയബിളേ ഉള്ളൂ. അപ്പോൾ ഒരു വേരിയബിൾ ആണ്, അതും കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ പവർ നോക്കുക, റേസ് ടു 1 ആണ് അല്ലേ. ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? പവർ 1 ആണെന്നല്ലേ. അപ്പോൾ ഇവിടെ പവർ 1 ആണ്. അപ്പോൾ ഇതെന്താണ്? ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ ആണ്. സോൾവ് 5x പ്ലസ് 9 ഈക്വൽ ടു 5 പ്ലസ് 3x. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ വേറൊരു കാര്യം പറയാം. എക്സ് പ്ലസ് 3 ഈക്വൽ ടു 5. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? 5. ഇനി ഈ 3നെ ഇവിടെ പോസിറ്റീവ് 3 ആണ് അല്ലേ, പ്ലസ് 3 ആണ്. ഇത് ഈക്വൽ ടു സൈൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ -3 ആയിരിക്കും. അപ്പോൾ 5 മൈനസ് 3 ഈക്വൽ ടു 2. ഇനി അടുത്തത് എക്സ് മൈനസ് 3 ഈക്വൽ ടു 5. എക്സ് ഈസ് ഈക്വൽ ടു 5. ഈ -3 എന്നുള്ളത് ഈക്വൽ ടു സൈൻ്റെ റൈറ്റ് സൈഡിലേക്ക് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്താവും? അത് പോസിറ്റീവ് 3. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 8 വരും. ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു 2, ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു 8. ഇനി അടുത്തത് 3x ഈക്വൽ ടു 5. അപ്പം 3x എന്ന് വെച്ചാൽ എന്താ? 3 ഇൻറ്റു ഈ എക്സ് ഈക്വൽ ടു 5. അപ്പോൾ ഇവിടെ എന്താ ഇവിടെ ചെയ്യുന്നത്? മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 5. ഈ 3 ലെഫ്റ്റിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ. എക്സ് ഈസ് ഈക്വൽ ടു 5/3. ഇനി അടുത്തത് എക്സ് ബൈ 3 ഈക്വൽ ടു 5. അപ്പോൾ എക്സ് ബൈ 3 ഈക്വൽ ടു 5 എന്ന് പറയുമ്പോൾ ഇവിടെ ലെഫ്റ്റിൽ എന്താണിത്? ഡിവിഷൻ ആണ്. അപ്പോൾ ഇത് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. 5 ഇൻറ്റു 3. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 15. ഈ 4 ഓപ്പറേഷൻ നിങ്ങൾ പഠിച്ചു വയ്ക്കണം. അപ്പോൾ അഡീഷൻ ആണെങ്കിൽ, ലെഫ്റ്റിൽ അഡീഷൻ ആണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ സബ്ട്രാക്ഷൻ ആവും. ലെഫ്റ്റിൽ സബ്ട്രാക്ഷൻ ആണെങ്കിൽ ഈക്വൽ ടു സൈൻ്റെ റൈറ്റിലേക്ക് പോകുമ്പോൾ അത് അഡീഷൻ ആവും. ലെഫ്റ്റിൽ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അത് ഡിവിഷൻ ആവും. ലെഫ്റ്റിൽ ഡിവിഷൻ ആണെങ്കിൽ അത് റൈറ്റ് സൈഡിലേക്ക്, ഈക്വൽ ടു സൈൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ആവും. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. 5x പ്ലസ് 9 ഈസ് ഈക്വൽ ടു 5 പ്ലസ് 3x. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം തന്നെ 5x എഴുതി. ഇനി റൈറ്റ് സൈഡിൽ കിടക്കുന്ന 3x ഇല്ലേ, അതിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ -3x ഈക്വൽ ടു 5. ഇനി ഈ 9 ഇവിടെ പ്ലസ് 9 ആണ്. അപ്പോൾ അത് ഈക്വൽ ടു സൈൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? -9. ഇനി 5x മൈനസ് 3x എന്താണ്? 2x ഈക്വൽ ടു 5 മൈനസ് 9 -4.
ഇനി എക്സ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇവിടെ എന്താണ് 2 ഇൻറ്റു എക്സ് ആണ് അല്ലേ? അപ്പോൾ ഈക്വൽ ടു സൈൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അതെന്തായിരിക്കും? ഡിവിഷൻ. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു -2. അടുത്ത ക്വസ്റ്റ്യൻ, ദ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ എക്സ് പ്ലസ് 7k ബൈ 2k ഈക്വൽ ടു 10 ഈസ്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻസ് ഇപ്പോൾ നോക്കണ്ട. ആദ്യം നമ്മളിത് സോൾവ് ചെയ്യാം. കാരണം ആദ്യം തന്നെ ഓപ്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷനൊക്കെ വരും. അപ്പോൾ എക്സ് പ്ലസ് 7k ബൈ 2k ഈക്വൽ ടു 10. ഇനി ലെഫ്റ്റിൽ ഈ 2k എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവിഷനാണ്. അപ്പോൾ അത് റൈറ്റിൽ കൊണ്ട് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എക്സ് പ്ലസ് 7k ഈക്വൽ ടു 10 ഇൻറ്റു 2k. എക്സ് പ്ലസ് 7k ഈക്വൽ ടു, ഇവിടെ 10ഉം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. രണ്ടും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 20k. എക്സ് ഈസ് ഈക്വൽ ടു 20k. അതുപോലെ എഴുതി. ഈ 7k ഇവിടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ അതെന്താവും? -7k. എക്സ് ഈസ് ഈക്വൽ ടു 13k. 20k നമുക്ക് 7k സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 13k. ഇനി ഏതാ ഓപ്ഷൻ നോക്കുക? ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, സോൾവ് എക്സ് ഈസ് ഈക്വൽ ടു 4/5 ഇൻറ്റു എക്സ് പ്ലസ് 10. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എക്സ് ഈസ് ഈക്വൽ ടു 4/5. ഇവിടെ ഒരു ഫ്രാക്ഷൻ വന്നിട്ടുണ്ടല്ലേ? അപ്പോൾ ഈ ഫ്രാക്ഷൻ നമുക്ക് മാറ്റണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇവിടുത്തെ ഡിനോമിനേറ്റർ എടുത്തിട്ട് ലെഫ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 5x ഈക്വൽ ടു 4 ഇൻറ്റു എക്സ് പ്ലസ് 10. 5x അതേപോലെ തന്നെ എഴുതി ഈക്വൽ ടു. ഇനി ഈ 4 ഇല്ലേ, ഈ 4 വെച്ചിട്ട് നമ്മൾ ഈ ബ്രാക്കറ്റിലുള്ള രണ്ട് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ചിലരെന്ത് ചെയ്യുന്ന അറിയോ? 4 വെച്ചിട്ട് ആദ്യത്തെ ടേമിനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്യും, രണ്ടാമത്തെ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യില്ല. അപ്പോൾ ആൻസർ ഫുള്ളായി തെറ്റിപ്പോവും. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ ഒരു ബ്രാക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ബ്രാക്കറ്റിന് പുറത്ത് കിടക്കുന്ന നമ്പർ വെച്ചിട്ട്, അല്ലെങ്കിൽ വേരിയബിൾ ആണെങ്കിൽ എന്ത് തന്നെ അത് വെച്ചിട്ട് ബ്രാക്കറ്റിലുള്ള എല്ലാ ടേമിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ 4 ഇൻറ്റു എക്സ് ചെയ്യണം, പിന്നെ 4 ഇൻറ്റു പ്ലസ് 10 ചെയ്യണം. അപ്പോൾ 4 ഇൻറ്റു എക്സ് പ്ലസ് 4 ഇൻറ്റു 10. 5x ഈക്വൽ ടു 4 ഇൻറ്റു എക്സ് എന്താണ്? 4x പ്ലസ് 4 ഇൻറ്റു 10 40. ഇനി ഈ 4x നമുക്ക് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 5x മൈനസ് 4x ഈക്വൽ ടു 40. 5x മൈനസ് 4x എന്താണ്? 1x. എക്സ് എന്ന് എഴുതിയാൽ മതി. എക്സ് ഈസ് ഈക്വൽ ടു 40. ഇതാണ് ഇതിൻ്റെ ആൻസർ. ചില ക്വസ്റ്റിനകത്ത് ചെക്ക് എന്നും കൂടെ പറയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യണം നമ്മുടെ സൊല്യൂഷൻ കറക്റ്റ് ആണോ എന്ന്. അപ്പോൾ ഇവിടെ LHS ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 40 തന്നെ. ഇനി RHS ഈക്വൽ ടു 4/5 ഇൻറ്റു എക്സ് പ്ലസ് 10. അപ്പോൾ 4/5 എക്സിന് 40 ഇട്ട് കൊടുക്കുക. 40 പ്ലസ് 10. 4/5 ഇൻറ്റു 40 പ്ലസ് 10 എന്ത് വരും? 50. ഇനി നമുക്ക് ഈ 5ഉം 50യും കൂടെ ക്യാൻസൽ ചെയ്ത് കളയാലോ? 10. അപ്പോൾ 4 ഇൻറ്റു 10 40. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? LHS ഈക്വൽ ടു RHS. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ കറക്റ്റാണ്. അടുത്തത് നിങ്ങൾക്കുള്ള ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ആൻസർ ഞാൻ കമൻറ്റ് ബോക്സിലിടാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.